നമസ്കാരം. നമുക്ക് ചുറ്റും നമ്മുടെ ഇടയിൽ എന്ന ഈ പങ്ക്തിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ചന്തയിൽ പോയാൽ, സാധാരണ ഒരു നാട്ടിലെ ഒരു ചന്തയിൽ പോയാൽ അവിടെ ഒരു പാവം പിടിച്ച ഒരു വല്യപ്പനോ ഒരു വല്യമ്മയോ എന്തെങ്കിലും ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു ചീരയുടെ പിടിയായിരിക്കാം. നാട്ടു ചന്തയിൽ അവർ 15 രൂപ ചോദിക്കുമ്പോൾ നമ്മൾ 13 രൂപ എന്ന് വില പേശുന്ന ഒരു സ്വഭാവമുണ്ട്. 13 രൂപ തരാം, അല്ലെ 14 രൂപ. 1 രൂപയ്ക്ക് വേണ്ടി ആ പാവം പിടിച്ച സ്ത്രീയോടോ പാവം പിടിച്ച വല്യപ്പനോട് നമ്മൾ വില പേശും. എന്നാൽ വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മൾ മൗനം പോവുകയും ആയിരക്കണക്കിന് രൂപ അനാവശ്യമായി കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പലർക്കും ഉള്ളത്. ചന്തയിൽ ചക്കക്കുരു വിൽക്കുന്ന വല്യപ്പനോട് വില പേശുക, മുട്ട വിൽക്കുന്ന വല്യമ്മയോട് നാടൻ ചന്തയിൽ നമ്മൾ വില പേശുക. 1 രൂപ 50 പൈസ ഒക്കെ വില പേശും. കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ, ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകുമ്പോൾ, ടെലിവിഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നാൽ ഒരു 5000 രൂപ കുറയ്ക്കുമോ 2000 രൂപ കുറയ്ക്കുമോ എന്നൊന്നും ആരും പറയാറില്ല. ഈ ശീലം, നമ്മുടെ ഈ ഒരു രീതി മനസ്സിലാക്കിയിട്ടായിരിക്കാം നമ്മുടെ സംസ്ഥാനത്ത് അത് കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പെയിന്റ് അടിക്കാരും ഈ പ്ലംബിംഗ് വർക്കിന് വരുന്നവരുമൊക്കെ വലുതായി വീട്ടുടമസ്ഥരെ ചീറ്റ് ചെയ്യുന്ന, ചതിക്കുന്ന, കബളിപ്പിക്കുന്ന അനുഭവ കഥയാണ് നിങ്ങളോട് ഈ ലക്കത്തിൽ പങ്കുവെക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു വീട് പെയിന്റ് ചെയ്യാനായിട്ട് എത്ര രൂപയായി എന്ന് ചോദിച്ചാൽ, 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പെയിന്റ് ചെയ്യാൻ എത്ര രൂപയായെന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപയായി, 3 ലക്ഷം രൂപയായി എന്നൊക്കെയാണ് പറയുന്നത്. 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ അങ്ങനെ പറയുന്നതിൽ അവർക്ക് കുറെ അഭിമാനമുണ്ട്. എൻ്റെ വീട് പെയിന്റ് ചെയ്യാൻ 3 ലക്ഷം രൂപ ചെലവായി എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. എന്നാൽ നമ്മളൊന്ന് പെയിന്റ് ചെയ്ത് നോക്കി, നമ്മളൊരു പണിക്കാരെ നിർത്തി, കേരളത്തിലാണെങ്കിൽ പെയിന്റ് ചെയ്യാൻ ആൾക്കാർ വരും, അവർക്ക് 1200 രൂപയോ 1300 രൂപയോ 1000 രൂപയൊക്കെയാണ് കൂലി. നമ്മൾ തന്നെ പെയിന്റ് എടുത്തൊന്ന് പെയിന്റ് ചെയ്ത് നോക്കിയേ, അവർ പറയുന്ന തുകയുടെ പകുതി പോലും വരത്തില്ല. എന്തിനേറെ, ചില സമയത്ത് 4/1 പോലും വരത്തില്ല. അവിടെ അങ്ങനെ ദിവസക്കൂലിക്ക് ആൾക്കാർ വരാറില്ല. ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയി, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്ത്. അവിടെ ചെന്ന് ഒരാളിനോട് ഒരു മുറി അത്യാവശ്യമായിട്ട് 1-2 മുറി ഒന്ന് പെയിന്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അവിടുത്തുകാരൻ വന്നിട്ട് വലിയൊരു തുക പറഞ്ഞു. 35,000 രൂപ, 40,000 രൂപയാകും. ഏതാ 2 മുറി പെയിന്റ് ചെയ്യുന്നതിന്. അപ്പോൾ എനിക്ക് കുറച്ച് പെയിന്റിംഗ് ഒക്കെ അറിയാം. എൻ്റെ കുടുംബ വീടും എൻ്റെ വീടുമൊക്കെ ഞാൻ പെയിന്റ് ചെയ്യാറുണ്ട്. പെയിന്റിങ്ങും കുറച്ചൊക്കെ എനിക്കറിയാം. പെയിന്റിനെ പറ്റിയും അറിയാം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉടൻ തന്നെ ഓക്കെ, ഇനി 35,000 40,000 രൂപ വെച്ച് പിന്നെ 5,000 അങ്ങാണ്ട് കുറച്ചു. എനിക്ക് തോന്നുന്നു 35,000 അവർ കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാനൊരു കടയിലേക്ക് പോയി പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. വാട്ടർ എമൽഷനാ, എസ്റ്റീരിയർ എമൽഷൻ, നല്ല കോസ്റ്റ്ലി ഐറ്റം വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല ക്വാളിറ്റി പെയിന്റ്, ഒരു മുറി അങ്ങ് പെയിന്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആകെ ചിലവായത് ഏകദേശം ഒരു പെയിന്റിനെല്ലാം കൂടി ഒരു 3,000 രൂപ. നിങ്ങളൊരു പണിക്കൂലി കൂട്ടിക്ക് ഒരാളെ നിർത്തുവാണെങ്കിൽ എത്ര രൂപ? 1,200 രൂപ. 4,200 രൂപ കൊണ്ട് ഒരു മുറി പെയിന്റിങ് ചെയ്തു. ഒരു ചെറിയ മുറിയാണ്. അപ്പോൾ 2 മുറി പെയിന്റ് ചെയ്യാൻ എത്ര ആവും? 8,000 രൂപ. അതിന് എത്രയാണ് ചോദിച്ചത്? 35,000 രൂപയാണ് ചോദിച്ചത്. 35,000 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ പെയിന്റിങ് നടക്കുകയുള്ളൂ. അതിൽ കുറച്ച് അവിടെ ആരും പെയിന്റ് ചെയ്യാൻ വരില്ല. ദിവസക്കൂലിക്കാരും പെയിന്റ് ചെയ്യാൻ വരാറില്ല. ഒരു പ്ലംബിങ്ങിന്റെ കഥ പറയാം. അപ്പോൾ അവിടെ ആ പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ എത്ര രൂപയാണ് അധികം നമ്മളെ ചീറ്റ് ചെയ്തത്? 35,000 മൈനസ് നമുക്ക് ചിലവായ തുക ഏകദേശം, പിന്നെ ലാഭം കൂടെ കൂട്ടിക്കോ പെയിന്ററിന്റെ, എന്നാലും 20,000-ത്തിലേറെ രൂപ അധികമാണ് അവർ അനാവശ്യമായി ഈടാക്കുന്നത്. അതൊരു ചീറ്റിംഗ് ആണ്, ചതിയാണ്, വഞ്ചനയാണത്. വേറെ അവിടെ ഒരു മാർഗമില്ല. നഗരത്തിൽ ദിവസക്കൂലിക്കാരും വരാറില്ല. ചെറിയൊരു പണിക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ചോദിക്കുന്നത് കൊട്ടേഷൻ, ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാം. ഒരു പ്ലംബിങ്ങിന്റെ കഥയുണ്ട്. ഒരു വീട്, ആ വീട്ടിൽ ഒരു വല്യമ്മച്ച് താമസിക്കുന്നുണ്ട്. മക്കള് സ്ഥലത്തൊന്നും ഇല്ല, അപ്പച്ചനും ഉണ്ട്. ഈ വല്യപ്പനും വല്യമ്മയും ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിന് പുറത്തൊരു നഗരമാണ്.
ഈ നഗരത്തിലെ വീടിന്റെ മേളത്തെ നിലയിൽ ഒരു ചെറിയ ലീക്ക് കണ്ടു, ഒരു ചെറിയ ലീക്ക്. അപ്പം എൻ്റെ ഫ്രണ്ടിന്റെ വീടാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഈ വീടിന്റെ മേളത്തെ നിലയിൽ കയറി ചെന്നു. എൻ്റെ ഫ്രണ്ടിന്റെ അപ്പനും അമ്മയാണ് അവിടെ താമസിക്കുന്നത്. മറ്റൊരു ഫ്രണ്ടിന്റെ, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു 2 പേർക്കും കൂടിയുള്ള മറ്റൊരു ഫ്രണ്ടിന്റെ, 2 പേരുടെയും കൂടെ ഫ്രണ്ടായ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പൊ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് അല്പം പ്ലംബിങ്, ഒരു 5-10% ബേസിക് കാര്യങ്ങൾ പ്ലംബിങ്ങിന്റെ അറിയാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ പൈപ്പിന്റെ ബെൻഡ്, രണ്ട് പൈപ്പ് യോജിപ്പിച്ചിരിക്കുന്ന ആ ബെൻഡിന്റെ ആ ഭാഗത്ത് ഒരു ചെറിയ ലീക്ക് ഉണ്ട്. അപ്പൊ ബെൻഡ് ഇച്ചിരി ലൂസാണ്. ബെൻഡ് ശരിക്കും പശ കൊണ്ട് ഒട്ടിച്ചിട്ടില്ല. അതിലെയാണ് ഈ വെള്ളം ചെറുതായിട്ട് പോകുന്നത്, വളരെ ചെറുതായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വിരൽ വെച്ച് അമർത്തി നോക്കിയാൽ ഈ വിരലിൽ ചെറിയ നനവ് വരും. ആ രീതിയിലുള്ള ഒരു ലീക്കേ ഉള്ളൂ. പക്ഷേ ഈ 24 അവേഴ്സ് അങ്ങനെ ചെറിയ ലീക്ക് വരുമ്പോൾ ആ ലീക്ക് കെട്ടിടത്തിലേക്ക് പിടിച്ച് ഭിത്തിയിലേക്ക് 2 ആഴ്ച കൊണ്ട് ആ ഭിത്തിയിലേക്ക് ആ ലീക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വിചാരിച്ച് മറ്റെന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചാണ് ഈ പ്ലംബറെ വരുത്തിയത്. ഈ പ്ലംബറെ വരുത്തിയ സമയത്ത് ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ഈ പ്ലംബർ എന്തോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അവിടുത്തെ പ്ലംബറൊക്കെ 1000 രൂപ ചെലവാകുന്നതിന് 10,000 രൂപ 20,000 രൂപയൊക്കെയാണ് വീട്ടുടമസ്ഥരിൽ നിന്നും സിറ്റിയിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വീട്ടുടമസ്ഥർക്ക് മറ്റു മാർഗമില്ലാത്തതുകൊണ്ടും പ്ലംബിങ്ങിനെ പറ്റി ബേസിക് ആയിട്ടൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടും പിന്നെ പ്രായമുള്ളവരാണെങ്കിൽ ഈ പണിയൊന്നും ചെയ്യാൻ അവർക്ക് വയ്യാത്തത് കൊണ്ടും ചോദിക്കുന്ന പൈസ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലംബർ വന്നു, ഒരു 10-30 വയസ്സുള്ള ഒരാൾ വന്നു. അവരുടെ ഭാഷയിൽ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് ആ ഭാഷ മനസ്സിലായില്ല. പക്ഷെ എൻ്റെ സുഹൃത്തിന് ആ ഭാഷ അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരൻ അത് എന്നോട് പറഞ്ഞു. അത് കെട്ടിടത്തിന് വലിയ ദോഷം ഇപ്പോൾ വരാൻ പോകുന്നു. എന്താ ഈ ലീക്ക് വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മഴയത്ത് കുറച്ചുനാൾ മഴക്കാലം മഴ പെയ്തിരുന്നു. ഈ മഴയത്ത് പെയ്ത വെള്ളം കെട്ടിടത്തിന്റെ ടെറസിൽ താഴോട്ട് ഇറങ്ങി. കോൺക്രീറ്റ് ശരിയായില്ല, താഴോട്ട് ഇറങ്ങി ഭിത്തിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭിത്തിയുടെ എല്ലാ ഭാഗത്തും വരണമല്ലോ. അല്ല, ഈ ഭിത്തിയുടെ ഈ ഭാഗത്താണ് പൊട്ടൽ. അതുകൊണ്ട് ഇവിടെ മൊത്തവും ചിപ്പ് ചെയ്ത്, ഈ കോൺക്രീറ്റ് ചിപ്പ് ചെയ്ത് രണ്ടാമത് സിമെന്റിങ് നടത്തി വൃത്തിയാക്കി കൊടുക്കാം, ലീക്ക് ഒന്നും ഇല്ലാതെ പരിഹരിച്ചു കൊടുക്കാം എന്ന് ഈ വീട്ടുടമസ്ഥനോട് പറയുകയാണ്. അപ്പം ഞാനവിടെ ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും മിണ്ടാൻ പോയില്ല. ഞാൻ അങ്ങനെ അവിടെ മിണ്ടാതെ നിന്നു. അപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പറഞ്ഞു, ആ പൈപ്പിനാണല്ലോ ലീക്ക്. അപ്പം അയാൾ സമ്മതിക്കത്തില്ല, പൈപ്പിനൊന്നുമല്ല ലീക്ക്. ഞങ്ങളിത് 30 വർഷം കൊണ്ടോ 25 വർഷം കൊണ്ടോ ഈ പണിയൊക്കെ ചെയ്യുന്നതാണ്. എന്നിട്ട് അയാൾ വാദിക്കുകയാണ്, എന്നെ കൊണ്ട് ചെയ്യിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ ഇതാണ് പ്രശ്നം. ഉടൻ തന്നെ വീട്ടുടമസ്ഥൻ ഈ പ്ലംബറിന്റെ കെട്ടുകഥയിൽ വീണു. എത്ര രൂപയാവും എന്ന് ചോദിച്ചു. അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 40,000 രൂപയ്ക്ക് ഇത് മൊത്തം ചെയ്തു തരാം. കാരണം ഇപ്രാവശ്യം ഇവിടുത്തെ ലീക്ക് ഞങ്ങൾ പരിഹരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് വരും. അതുകൊണ്ട് ഏകദേശം ആ ഫ്ലോർ കംപ്ലീറ്റ്, ആ ടെറസ് കംപ്ലീറ്റ് ഞങ്ങൾ ചിപ്പ് ചെയ്ത് സിമെന്റ് ചെയ്ത് പെയിന്റ് അടിച്ച് അതിന്റെ മണ്ടയ്ക്ക് വെള്ളം ഇറങ്ങാത്ത ഏതാണ്ട് സാധനമൊക്കെ അടിച്ച്, ഏതാണ്ട് ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞു, അങ്ങനെ ഒരു കെമിക്കൽ പൂശി വളരെ വലിയൊരു വർക്ക്, ഒരാഴ്ചത്തെ വർക്കുണ്ട്, വലിയ വർക്കാണ്, 2-3 പേരെ വിടാം എന്നൊക്കെ പറഞ്ഞ് ഉടനെ ഉടമസ്ഥൻ അതങ്ങ് സമ്മതിച്ചു. ഉടമസ്ഥൻ പ്ലംബറും ഒക്കെ വളരെ സന്തോഷത്തോടെ പോയി. ഞാൻ പോയി ഉടമസ്ഥനോട് പറഞ്ഞു, ഈ ചേട്ടനോട്, ഈ പ്രായമുള്ള മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഒരു പ്ലംബറെ ഒന്ന് വിളിപ്പിക്കാവോ? ഇപ്പം 40,000 രൂപ താങ്കൾ കൊടുക്കാൻ പോവാണല്ലോ, ഒരു 40 രൂപ മുടക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഒരു പ്ലംബറെ വിളിപ്പിക്കുക. അവിടെ തന്നെ അയാൾ ആ തൊട്ടടുത്ത മറ്റൊരു പയ്യനെ വിളിപ്പിച്ചു. വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഈ പൈപ്പ് ഒന്ന് മുറിക്കുക, എന്നിട്ട് ഈ പൈപ്പ്, ആ ലീക്കുള്ള ഭാഗത്തെ പൈപ്പ് മുറിക്കാൻ പറഞ്ഞു. മുറിച്ചിട്ട് മറ്റൊരു പൈപ്പ് അവിടെ ചേർത്ത് ഒട്ടിക്കാൻ പറഞ്ഞു. അപ്പം ബെൻഡുള്ള ഭാഗം ഉൾപ്പെടെ മുറിച്ചെടുത്തു. മറ്റൊരു ബെൻഡ് കൊണ്ട് മുറിച്ചു. ഈ 40 രൂപയ്ക്കൊന്നും കാര്യം നടന്നില്ല. 10-300 രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. ആയിക്കോട്ടെ. ഇയാൾക്ക് 500 രൂപ, ഒരു 15-20 മിനിറ്റ് പയ്യൻ പണി, ഞാൻ 500 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ 500-ഉം 300-ഉം 800 രൂപ. നമുക്ക് ഈ പണി അറിയാവുന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് ഒരു ബെൻഡും വീട്ടിലുണ്ടെങ്കിൽ ഒരു പൈസയും ചെലവില്ല, ഒന്ന് ഒട്ടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക്. അല്ലെങ്കിൽ 800 രൂപയ്ക്ക് ഈ
എന്താ കെട്ടിടം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് വീട്ടുടമസ്ഥനെ ഭയപ്പെട്ട ആ വീട്ടുടമസ്ഥന് 800 രൂപയ്ക്ക് ആ കാര്യം സാധിച്ചു. സാധാരണ ഈ പെയിന്റേഴ്സും പ്ലംബേഴ്സും വലിയ രീതിയിൽ കേരളീയരെ കബളിപ്പിക്കാറില്ല. കബളിപ്പിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാം. അല്ലെങ്കിൽ നമ്മൾ 4 പേരോട് ചോദിക്കും. ഈ സിറ്റികളിൽ താമസിക്കുന്ന മനുഷ്യർ ഇങ്ങനെ 4 പേരെ വിളിച്ച് ചോദിക്കാനും, പ്രത്യേകിച്ച് ഇച്ചിരി പൈസ ഉള്ളവർ ഒന്നും മെനക്കെടാറില്ല. അവരുടെ പ്രശ്നമൊന്നും, ഇഷ്ടംപോലെ കാശ് കാണും, ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്നു, പിന്നെ ചിലർക്ക് നല്ല പെൻഷനുണ്ട്, പണം ഇഷ്ടംപോലെ ഉള്ളവർക്ക് എങ്ങനെയെങ്കിലും കാര്യം നടന്നാൽ മതി. സിറ്റി അല്ലയോ, പെട്ടെന്ന് ആരും പരസ്പരം സഹായിക്കാനൊന്നും ആരുമില്ല. എല്ലാം സർവീസിലൂടെ മാത്രമേ, പൈസ കൊടുത്തുള്ള സർവീസിലൂടെ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പക്ഷേ ഈ പെയിൻറ്റേഴ്സൊന്നും ഇതുപോലെ 50,000 രൂപ ചിലവാകുന്നതിന് 3 ലക്ഷം രൂപ വാങ്ങിക്കാറില്ല. അവരവരുടേതായ ലാഭം വാങ്ങിച്ച് ചില പെയിൻറ്റേഴ്സ് കൊട്ടേഷൻ എടുക്കാറുണ്ട് മൊത്തത്തിലുള്ള പണി. അതുപോലെ കേരളത്തിൽ ജീവിക്കുന്നവർ എൻ്റെ വീടിന് 5 ലക്ഷം രൂപ പെയിൻറ്റിങ്ങിനായി എന്ന് പറഞ്ഞ് ഒരു വലിയ ആത്മാഭിമാനം കൊള്ളാറില്ല. അവരെ പെയിൻറ്റർമാർ കളിപ്പിച്ചു എന്ന് അയലത്തുകാർ പറയുമെന്ന് അവർക്കറിയാം. എന്നാൽ കേരളത്തിന് പുറത്തുള്ളവരാണ് ഈ 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ എൻ്റെ വീട് പെയിൻറ്റ് ചെയ്തതിന് 4 ലക്ഷം രൂപയായി എന്ന് പറയുന്നതിന് അഭിമാനം കാണുകയും, അതല്ല അതിൻ്റെ 4.1 ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരൊന്നും സമ്മതിക്കത്തുമില്ല. മോശം പെയിൻറ്റ് കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തെന്നൊക്കെ പറയും. അതുകൊണ്ട് ഈ പെയിൻറ്റേഴ്സും പ്ലംബേഴ്സും വൻതോതിലൊന്നും വെട്ടിപ്പ് തട്ടിപ്പ് കേരളത്തിൽ നടത്താറില്ല എന്നാണ് എനിക്കുള്ള ഒരു അനുഭവം. ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നാട്ടുചന്തയിൽ സാധുക്കളായ കച്ചവടക്കാരോട് 1 രൂപയും 2 രൂപയും വില പേശുന്നു. ഓട്ടോറിക്ഷക്കാരോട് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും വഴക്കുണ്ടാകുന്നു. ബസ്സിൽ കയറിയാൽ ചില്ലറയില്ലെങ്കിൽ കണ്ടക്ടറുമായിട്ട് വഴക്ക്. 50 പൈസ, 1 രൂപ, 2 രൂപയ്ക്കാണ് കണ്ടക്ടറുമായിട്ട് വഴക്ക്. കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തിട്ട് എവിടെയാണ് പിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 10 ഇരട്ടിയും 20 ഇരട്ടിയും അധികമായി ചാർജ് ഈടാക്കുന്ന ഈ കള്ളനാണയങ്ങളെയാണ് നമ്മൾ പിടികൂടേണ്ടത്. ഒരു ചീമച്ചക്കയ്ക്ക് 10 രൂപ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ 20 രൂപ ചോദിക്കുമ്പോൾ 18 രൂപ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചക്ക വിൽക്കുന്ന ആ പയ്യൻ ഒരു പക്ഷേ 2 രൂപ കുറച്ച് തന്നേക്കാം. 18 രൂപയ്ക്ക് ചീമച്ചക്കയെ വാങ്ങിച്ച് എന്തോ നമ്മൾ കീഴടക്കിയ രീതിയിലാണ് തിരികെ പോകുന്നത്. ആ സമയത്ത് നമ്മൾ ബൈക്ക് വാങ്ങിക്കാൻ പോകുന്നു, കാറ് വാങ്ങിക്കാൻ പോകുന്നു, വലിയ ഹോട്ടലുകളിൽ ആഹാരം കഴിച്ചിട്ട് അവർ കുറിച്ച് തരുന്ന ബില്ല് അതുപോലെ പേ ചെയ്യും. അവിടെ ഒരു വില പേശലുമില്ല. നമ്മൾ വലിയ വില പേശേണ്ടത് സാധുക്കളായ ഈ കച്ചവടക്കാരുടെ ഒരിക്കലല്ല. മുറുക്കാൻ കടയിൽ പോയി വില പേശുക, ചെരുപ്പ് കുത്തിയോട് വില പേശുക, കുട നന്നാക്കുന്നവരോട് വില പേശുക, ചന്തയിൽ ചീമച്ചക്ക, ചീര, പച്ചമുളക്, ഇങ്ങനെ കൊച്ചു വീട്ടിലെ ചെറിയ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അന്നന്നത്തെ ജീവിതത്തിന് വക കണ്ടെത്തുന്ന പാവം പിടിച്ച മനുഷ്യരോട് 1, 2, 3 രൂപ വില പേശാതെ നമ്മളെ കബളിപ്പിക്കുന്നു എന്ന് ബോധ്യമുള്ള ഇത്തരം വലിയ കബളിപ്പിക്കൽ വ്യക്തികളോടാണ് നമ്മൾ വില പേശേണ്ടത്. സാധുക്കൾക്ക് 1, 2 രൂപ അധികം കൊടുത്താലും ദോഷമില്ല. ബസ്സിൽ കയറി 2 രൂപ ചില്ലറ കിട്ടിയില്ലെങ്കിൽ പാവം പിടിച്ച കണ്ടക്ടറോട് വഴക്കിന് പോയി. നമ്മൾ ചില്ലറയുമായിട്ട് വണ്ടി കയറണമായിരുന്നു. മറ്റൊരിടത്തും നമ്മൾ ഈ വഴക്കിന് പോകുന്നില്ലല്ലോ. ഓട്ടോറിക്ഷക്കാർ ചിലപ്പോൾ അവർ 30 രൂപയ്ക്ക് പകരം 35 രൂപ ചോദിച്ചേക്കാം. പോട്ടെ, 5 രൂപയുടെ അവർ ജീവിതമാർഗമല്ലേ. അഹങ്കാരത്തോടാണ് അയാൾ സംസാരിക്കുന്നതെങ്കിൽ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലവരുണ്ട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നവരുണ്ട്, പേടിപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് കൃത്യമായ തുക കൊടുത്താൽ മതി. അല്ലാതെ ഒരു മനുഷ്യൻ 45 രൂപയുടെ ഓട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 50 രൂപ കൊടുക്കുക, ബാക്കി 5 രൂപ എടുക്കുക എന്ന് പറയാതെ 5 രൂപ കൊടുക്കുക. നേരെ മറിച്ച് 50,000 രൂപയ്ക്ക് പെയിന്റിങ് നടത്താവുന്ന ഒരു വീട്ടിൽ 3.5 ലക്ഷം രൂപ പെയിന്റിങ്ങിനാവുമെന്ന് പറഞ്ഞ് 3.5 ലക്ഷം രൂപ ചിലവഴിച്ച് പെയിന്റ് ചെയ്തിട്ട് അതിന് സന്തോഷിച്ച് എനിക്ക് എൻ്റെ വീടിന് 3.5 ലക്ഷം രൂപ പെയിന്റായി, 3 ലക്ഷം രൂപയുടെ പെയിന്റിംഗ് ആണ് ഞാൻ നടത്തിയത് എന്ന് വലിയ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടും കൂടി പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതിന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം.
ആ രീതിക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. വീട്ടിൽ ആരുമില്ല എന്ന് കണ്ട് വീട്ടിലുള്ള പ്രായമുള്ളവരെ കബളിപ്പിക്കാൻ വരുന്ന പണിക്കാര്, അത് ഫാബ്രിക്കേഷൻ വർക്കുകാരായാലും ഇലക്ട്രീഷ്യനായാലും പ്ലംബറായാലും ഏത് പണിക്കാരും ആയിക്കോട്ടെ, അവരോട് നമ്മൾ വില പേശണം. നമ്മൾ 3-4 പേരെ വിളിച്ച് കാണിക്കണം. നേരെ മറിച്ച് ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുക, 1000 രൂപ കൂലി, അയാൾ ഒരു 50 രൂപയും കൂടെ അധികം ചോദിച്ചാൽ അത് കൊടുക്കുക. അയാൾക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. 5 രൂപയും 10 രൂപയും 50 രൂപയും 100 രൂപയും നമ്മൾ അധികമായി കൊടുക്കുന്നതിൽ വഴക്കുണ്ടാക്കാൻ പോരുത്. എന്നാൽ 25,000-ഉം 2.5 ലക്ഷം രൂപയും ഒക്കെ അമിതമായി നമ്മുടെ ഇന്ന് കൈപ്പറ്റിയിട്ട് നമുക്ക് അബദ്ധം പറ്റി എന്നുപോലും ബോധ്യമില്ലാതെ ഇത്രയും തുകയാകും എന്ന് കരുതി കഴിയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് സംതൃപ്തി കണ്ടെത്തുന്ന ആ ആറ്റിറ്റ്യൂഡ്, അതിനാണ് മാറ്റം വരേണ്ടത്. പുതിയൊരു വിഷയവുമായി ഉടനെ എത്താം. നമസ്കാരം.